ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കിന്ന് ഒരു അടിപൊളി മുല്ലപ്പൂമാല ഉണ്ടാക്കിയാലോ? അതും ടിഷ്യൂ പേപ്പർ കൊണ്ട്. എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല അടിപൊളി ഒരു മുല്ലപ്പൂമാല ഉണ്ടാക്കി കാണിച്ചു തരാവേ എങ്ങനെയാണെന്ന്. വളരെ ഈസിയാണ്. നമ്മുടെ നോർമൽ പേപ്പർ ടവൽ എന്നൊക്കെ പറയുന്ന ടിഷ്യൂ പേപ്പർ ഇല്ലേ, ആ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കിടുക്കാച്ചിയായിട്ടുള്ള ഒരു മുല്ലപ്പൂമാല കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പലരും ഓർക്കും ഇത് കാണുമ്പം ഇത് ശരിക്കും ഫേക്കാണോ ഒറിജിനലാണോ എന്നൊക്കെ അല്ലേ. പക്ഷേ ഇത് ശരിക്കും നമ്മൾ കടലാസ് കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്നത് ഒരു ഗ്രീൻ കളറിലെ നൂല് വേണം. പിന്നെ ഒരു നീഡിൽ, ഏതെങ്കിലും നീഡിൽ മതി കേട്ടോ. ഞാനൊരു കട്ടി കുറഞ്ഞാണ്, എനിക്ക് സൈസ് അതറിയത്തില്ലൊക്കെ, അതിൽ കിട്ടി ഒരെണ്ണം എടുത്തു. പിന്നെ നമുക്ക് പെയിൻറ്റ് വേണം. ഞാൻ അക്രൈലിക് പെയിൻറ്റ് ഗ്രീനും യെല്ലോയും എടുത്തിട്ടുണ്ട്. പിന്നെ മെഷർ ചെയ്യാനായിട്ടൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രാഫ്റ്റ് ഗ്ലൂ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പർ, അത് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ ടവലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ആദ്യം ഒന്ന് നീളത്തിൽ മടക്കുന്നു. അത് നല്ലപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് വട്ടത്തിൽ മടക്കുന്നു. നമ്മൾ നോർമലിയും ഇത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഒന്ന് വട്ടത്തിൽ മടക്കുന്നു. അതിനുശേഷം ഒന്നും കൂടെ നീളത്തിൽ മടക്കുന്നു. ഇനി നമുക്ക് സൈസ് നോക്കി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ സൈസ് മെഷർ ചെയ്തപ്പം 4 ഇഞ്ചാണ് നീളം വന്നത്, വീതി വന്നത് 1 ഇഞ്ചാണ്. ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. വേണമെങ്കിൽ സ്ട്രെയിറ്റ് കട്ടായിട്ട് മുറിച്ചെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ സൈഡ് എഡ്ജസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ പേപ്പർ പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ പേപ്പറും മാറ്റിയെടുക്കുക. അപ്പം ഈ ടിഷ്യൂ പേപ്പർ ഓരോന്നും ഒരു ഷീറ്റിൽ നിന്ന് എനിക്ക് 8 മുല്ലമുട്ട ഉണ്ടാക്കാനുള്ളതാണ് കിട്ടുന്നത്. കറക്റ്റായിട്ട് 8 എണ്ണം ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിൽ 3 ലെയർ അടുപ്പിച്ചിരിക്കുന്ന ടൈപ്പ് ടിഷ്യൂ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓരോ ടിഷ്യൂ പേപ്പറും ഞാനിനി അടർത്തി മാറ്റാൻ പോവുക. ഓരോന്നീന്നും 1 by 1 ആയിട്ട് അടർത്തി മാറ്റാൻ പോവുകയാണേ. അപ്പോൾ ഓരോന്നീന്നും ഒരു ലെയർ അടർത്തി മാറ്റിയിട്ട് അതൊരു കുഞ്ഞു ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അത് മാറ്റി വയ്ക്കും. അതിനുശേഷം മറ്റ് 2 എണ്ണം അടുത്തായിട്ടിരിക്കുന്നില്ലേ, അതൊന്ന് ട്വിസ്റ്റ് ചെയ്യും. ഒന്ന് ഞൊറിഞ്ഞെടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. അതിനകത്തേക്ക് ഈ ബോൾ ആദ്യത്തെ ലെയർ നമ്മൾ പറിച്ചെടുത്തത് അത് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളിൽ ഒന്ന് വെച്ച് ഒന്നത് ട്വിസ്റ്റ് ചെയ്ത് ഈ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന എഡ്ജസ് കൂട്ടിയിട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ എഡ്ജസ് എല്ലാം കൂടെ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ടോപ്പും എഡ്ജസും ഞാൻ ഗ്ലൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പറഞ്ഞു പോരത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഈ ഫുൾ ടൈം ടി വിയും കണ്ടൊക്കെ ഇരിക്കുന്നതിലും ഭേദം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് ലേൺ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ തന്നെ അവർക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ കുറേ കൂടെ ഇൻട്രസ്റ്റ് വരും. ഈ ടി വി വാച്ച് ചെയ്യുന്നതിനൊക്കെ ഒരു ഇൻ്റർവെല്ലും കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേ മുല്ലമുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് ഗ്ലൂ ചെയ്ത് കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഇനി അടുത്തത് ഞാനിതിനെ കളർ ചെയ്യാൻ പോവുക. പോവട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു ചെറിയ ഭാഗത്തിന് വരുന്ന ഒരു കളറുണ്ടല്ലോ, ആ കളറ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യെല്ലോ മിക്സ് ചെയ്യുന്നത്. അത് ഈ നമ്മുടെ മുല്ലമുട്ടിൻ്റെ താഴ്ഭാഗത്ത് ആ നീണ്ടു നിൽക്കുന്ന പോർഷനിൽ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഓൾറെഡി നമ്മൾ ഗ്ലൂ ചെയ്തുകൊണ്ട് തന്നെ അതവിടെ ഓൾറെഡി നല്ല ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണോട്ട് ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത് വീണ്ടും ഇത് തേക്കുമ്പം ചിലപ്പോൾ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഗ്ലൂ ശരിക്കും ഒന്ന് ഇത് പിടിച്ച് നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഈ ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ കളറൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം കളർ ചെയ്ത് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് ചെയ്തതാണ്, ഒന്നിച്ച് ചെയ്തൊന്നുമല്ല കേട്ടോ. സമയമൊക്കെ കിട്ടിയപ്പം ചെയ്തതാണ്. ഇനി ഞാനിതെല്ലാം ആ ഗ്രീൻ ത്രെഡ് വെച്ചിട്ട് കോർത്തെടുക്കുക. വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് കെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന നൂലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും കെട്ടിയെടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് തോന്നിയ ഇതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വൂളൻ നൂല് കിട്ടിയുമില്ല സെയിം കളറിൽ. ഞാൻ ഗ്രീനായിരുന്നു അന്വേഷിച്ചത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാനാണെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ ത്രെഡ് വെച്ചിട്ട് സൂചി വെച്ചിട്ട് കോർത്തെടുക്കുമായിരുന്നേ ചെയ്തത്.
അപ്പോൾ അതേ അങ്ങനെ കെട്ടി ഇതേ ഇത്രയാക്കി എടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത്. ഇതിനെ നല്ല തിക്കായിട്ട് കോർത്തെടുത്തതാണ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, കമൻറ്റ് ഇടണേ.